അസ്സലാമലൈക്കും. ഇതാണ് എൻ്റെ വീട് വരുന്നത്. അതാ നിതുമോള്. അത് ഞാൻ ഓട്ടിക്കുന്ന സ്കൂട്ടിയാണ്. പിന്നെ ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തീരെ ക്ലിയർ ഇല്ല എന്ന് കണ്ടുകൊണ്ട് കൂടിയിട്ട് ഞാനത് ഡിലേറ്റ് ആക്കിയതാണ്. രണ്ടാമത് എടുക്കുന്നതാണ്. കാണുമ്പോൾ മര്യാദക്ക് കാണണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിലേക്ക് കയറി ചെല്ലുന്ന ഗേറ്റാണ് കേട്ടോ. കാണുന്നില്ലേ? അങ്ങനെ ഗേറ്റാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഞാനിവിടെ കാർ പോർച്ച് എടുക്കണം എന്നുള്ളൊരു ഇതിലാണ്. ഇപ്പോൾ എടുത്തിട്ടില്ല. കാണുന്നില്ലേ? ഇവിടെ എല്ലാം ഇടവലൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അയൽവാസികളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കയറി ചെല്ലുന്ന സിറ്റ് ഔട്ടിലേക്കാണ്. ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, ഒരു ബെഞ്ചുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ കുറച്ച് ചെടികളുള്ളൂ. പിന്നെ അധികം മരങ്ങളാണ്. ലൈൻ പൈപ്പാണത്. ഇവിടെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. വെയിലും മഴയെല്ലാം നോക്കുന്ന സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത് നേരെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ടതാണ്. എന്താ മൂക്കത്തൊരു കളി? അപ്പം ഇങ്ങനെ കയറി വന്നാൽ നമ്മളൊരു ആയത്തിൽ കുർസി കാണും. ബെഞ്ചെല്ലാം കാണിച്ചു. പിന്നെ ഇവിടെയാണ് കോളിംഗ് ബെല്ലുള്ള. എൻ്റെ ചാനലിൻ്റെ പേരും വീട്ടുപേരും ഒന്നാണ് കേട്ടോ. മനസ്സിൽ അതാ റൂമിൻ്റെ ജനൽ. ഇതൊരു സോഫ. ഇതാ TV. പിന്നെ ഇങ്ങനെ വരുന്നത് ഒരു സോഫ സെറ്റാണ്. ഇത് കോർണർ സോഫയാണ്. പക്ഷേ നമ്മൾ സ്ഥലം മുടങ്ങുന്നതിനെ കൊണ്ട് നിർത്തിയിട്ടതാണ്. ക്ലോക്ക്, ഷോക്കേഴ്സിൽ കുട്ടികളെ പുസ്തകമാണ് തേച്ചും. പിന്നെ ഡൈനിങ് ടേബിൾ പടിയാണ് വരുന്നത്. നമ്മളധികം ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ് കേട്ടോ. ഇതാ ബേസിൻ. ആലമാരൻ്റെത് അടക്ക്, ഡോർ അടക്ക്. ഒരു ടീപ്പോയി ഇവിടെ. പോവാന്ന്. പിന്നെ ഇങ്ങനെ വരുന്നത് ഒരു റൂമാണ്. ഇതൊരു ഡ്രസ്സിങ് അലമാരി കേട്ടോ. എൻ്റെ മെഷീനാണ്. പഴയ മെഷീനാണ്. പഴയ മോഡൽ മെഷീനാണ്. എല്ലാം ബ്ലാങ്കറ്റ് അങ്ങനത്തെ എല്ലാം ഇവിടെ വെച്ചതാണ്. എല്ലാം അടുക്കിയിട്ട് ഇനി അലമാരിയിൽ വെക്കണം. പിന്നെ നമ്മൾ പെട്ടെന്ന് പുറത്ത് പോയി വന്നാൽ പർദ്ദ, ഷർട്ട് ഇതെല്ലാം അഴിച്ചിടുന്നത് ആങ്കറുമ്മലാണ്. ഇസ്തിരിപ്പെട്ടിയിൽ അവിടെ ഒരു മൂലക്ക് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം ഒരൊറ്റ വെക്കല. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒരു ബാത്റൂമുണ്ട്. ഇങ്ങനെ ഒരു ബാത്റൂമാണ്. പിന്നെ ഇതൊരു റൂം. ഇവിടെ ഇങ്ങനെ ഒരു AC. ഇവിടെ ഒരു അലമാര, ഒരു ചെറിയ അലമാര. പിന്നെ അങ്ങനെ വന്നാൽ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്.
എനിക്ക് 3 ഗ്യാസും കുറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് തറവാട്ടിലുള്ള സമയത്ത് ഞാൻ വാങ്ങിയത്, അപ്പം പുരേ കൂടുന്ന സമയത്ത് ഇങ്ങോട്ട് എടുത്തതാണ്. പിന്നെ ഒരു ഷോക്കേഴ്സ് ഇവിടെ കൊടുത്തതാണിത്. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വെക്കുന്നത്. ഇത് കത്തിയെല്ലാം വെക്കുന്നത്. എൻ്റെ നെയ്യിൻ്റെ കുപ്പിയാണ്. ഇവിടെ റാക്കുണ്ട് കേട്ടോ, മേലയിൽ പാത്രങ്ങളെല്ലാം വെക്കാം. അവിടെ ഡോറ് വെച്ചിട്ടില്ല, ഡോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ താഴത്താണ് ഡോറെല്ലാം ഫിറ്റാക്കിയത്. ഇതെൻ്റെ കപ്പുകളെല്ലാം വെക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊന്നും ക്ലിയറായിട്ട് മര്യാദക്ക് കിട്ടിയിട്ടില്ലേനു. അപ്പം അതുകൊണ്ട് രണ്ടാമത് എടുക്കേണ്ടി വന്നതാണ്, നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയയിൽ ഇവിടെയാണ് അടുപ്പുള്ളത്. ഇത് നമ്മൾ തീരെ ഉപയോഗിക്കാറില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും, തീരെ ഉപയോഗിക്കാറില്ല. എല്ലാം ഗ്യാസുമ്മ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളത്ര പേരേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് തീരെ ഉപയോഗിക്കാറില്ല. പിന്നെ വർക്ക് ഏരിയയിൽ നിന്ന് ഒരു ബാത്റൂം ഉണ്ട്. മേലെ അട്ടം കാണുന്നുണ്ട് നിങ്ങൾ. കുറച്ച് വിറകുകളെല്ലാം അവിടെ എന്തെങ്കിലും ഫങ്ഷനെല്ലാം വന്നാലെല്ലാം അടുപ്പത്തെല്ലാം ആക്കേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒറ്റ ഡോറുള്ള ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജെല്ലാം മാറ്റാനായിക്ക്. പിന്നെ ഇങ്ങനെ വരുന്നത് ബാത്റൂം. അങ്ങനെ വരുന്ന ബാത്റൂം. പിന്നെ അങ്ങനെ ഇത് ഗ്രിൽസ്. അവിടെ അപ്പുറത്ത് ഞാനൊരു പഴയ സോഫ ഇട്ടതാട്ടോ. ഒരുപാട് അലക്കാനുണ്ട്, ഇന്നലെ ഒന്നും അലക്കിയിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. പിന്നെ അലക്ക് കല്ലുണ്ട് അവിടെ, പക്ഷേ ഞാൻ ഇവിടെ മെഷീനിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ അധികം അലക്ക് കല്ലുമൊന്നും അലക്കും കേട്ടോ. കാണുന്നതല്ല നമ്മളെ തെങ്ങാണ്. മൂപ്പർ അവിടെ കിടന്നിട്ട് ഫോൺ നോക്കുന്ന. നമുക്കങ്ങനെ മേലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു ജനൽ കേട്ടോ. എൻ്റെ സ്റ്റാൻഡ് കണ്ട നിങ്ങൾ? സ്റ്റാൻഡിൻ്റെ സ്ക്രൂ ഒന്ന് വീണ് പോയി. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഒരു തട്ടം പിടിച്ച് കെട്ടിയതാണ്. ഇനി അത് ശരിയാക്കണോ. അപ്പം ഇങ്ങനെ നല്ല വെയിലാണ്. ഇവിടെ നിന്നങ്ങൾ നല്ല വ്യൂ ആണ്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്നോളൂ. ഒരു പഴയ തറവാടിൻ്റെ അവശിഷ്ടങ്ങൾ എന്നെല്ലാം പറയാം. കിണറിൻ്റെ ഭാഗം പൊളിച്ചിട്ടില്ല അവർ, അപ്പം അതിൻ്റെ ഭാഗമാണത്. ചുറ്റും വീടുകളാണ്, മുസ്ലിം ഏരിയയാണിത്. നമ്മളെ ടാങ്കി. ഇതാ എൻ്റെ ചാമ്പക്കയും സ്റ്റാർ ഫ്രൂട്ടും വിളുമ്പിയൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ ബാക്കിലേക്ക് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് മെയിൻ വാർപ്പാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നടക്കും. വർക്ക് ഏരിയ എല്ലാം കൂട്ടിയെടുക്കണമെന്ന് വെച്ചാൽ മക്കൾ വണ്ണം വെക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കണം. കസേരയെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം വൈകുന്നേരം രാത്രിയെല്ലാം ഇരിക്കാറുണ്ട്. കുറച്ച് വാഴയെല്ലാം ഉണ്ട്, കുറേ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വാഴയെല്ലാം. കദളിക്കായൻ്റെയാണിത്. അപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ കാർ പോർച്ച് എടുത്ത് മറ്റേ റൂമും കുറച്ച് വണ്ണം കൂട്ടണം എന്നെല്ലാം ഉള്ള പ്ലാനിങ്ങിലാണ്. എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതുമെന്ന് കുറച്ച് തേങ്ങ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് കുറവാണ്, പക്ഷേ നല്ലോണം ആദ്യമെല്ലാം നല്ലോണം കിട്ടുന്ന ഒരു തെങ്ങേനുവേ. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സക്സസ് ആയി എന്നൊന്നും അറിയില്ല വീഡിയോ എടുത്തത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെങ്കി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. നല്ല വെയിലാണിപ്പോൾ.
ഞാൻ രണ്ടാമത് എടുത്തതാണെന്ന് പിന്നെയും പറയുവാണ്. ഇപ്പം നല്ല വെയിലാണ്. എൻ്റെ ഈ കൊച്ചു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ അല്ലേ, പടച്ചോന് സാധിപ്പിച്ച് തരട്ടെ. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഈ മക്കൾക്ക് 3 ആൾക്കും പെൺകുട്ടികൾക്കെല്ലാം നമ്മൾ റൂം കൊടുക്കണം. ഭർത്താക്കന്മാർ ഇങ്ങോട്ട്, പുതിയ പിള്ളേർ ഇങ്ങോട്ടാണ് വരുത്തുക. അപ്പം 3 എണ്ണത്തിന് റൂം കൊടുക്കണം. എനിക്ക് മേലേക്ക് എടുക്കൽ നിർബന്ധം. അന്നേരം നമ്മൾ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ പ്രായം എത്തിക്കഴിഞ്ഞാൽ, കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോഡലെല്ലാം മാറിപ്പോകും. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഇനിയിപ്പം അവർ കുറച്ചൊന്ന് എത്തിക്കഴിഞ്ഞാൽ എടുക്കാമല്ലോ എന്നുള്ളതിൽ നല്ല അന്നേരത്തെ ഒരു മോഡലിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവർക്കും പഠിച്ച ഹൈറാക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ എനിക്കും വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ. ഓക്കെ ഓക്കെ എന്നാൽ